കരഞ്ഞിട്ടുണ്ട് ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട്. ഒരുപാട് സൈബർ അറ്റാക്ക് കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. ഇവൻ എൻ്റെ ഫാമിലി പോലും ഒന്നും ചെയ്യാത്ത അവർ പോലും കുറേ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഈ സീസൺ കഴിഞ്ഞ് വരുന്ന അവർക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം സീരിയസ് ആയിട്ട്. കാരണം അതത്ര ഈസി അല്ല. ബിഗ് ബോസ് ഫൈനലിൽ എല്ലാവർക്കും ഇപ്പോൾ ഫൈനലിൽ വന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദി വെരി ബെസ്റ്റ്. ആര് വിൻ ചെയ്തായാലും ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റിനെ വിൻ ചെയ്യട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. പിന്നെന്താ, സൈബർ ബുള്ളിംഗ് ഒന്നും ഇല്ലാതെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. അങ്ങനെയല്ല, എല്ലാവരും നന്നായിട്ട് ഗെയിം ചെയ്യുന്നുണ്ട്. അങ്ങനത്തുള്ളവരാണല്ലോ ടോപ്പ് 5 നിൽക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ജാസ്മിൻ ആണെങ്കിലും, ജിൻഡോ ചേട്ടനാണെങ്കിലും, അർജുൻ ആണെങ്കിലും, ഋഷി ആണെങ്കിലും, എല്ലാവരും, അഭിഷേക് ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു നല്ല ഗെയിമർ എന്നുള്ള രീതിയിൽ ആരെ തോന്നിയത്? അതാ ഞാൻ പറയാം, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ഗെയിംസ്. ലൈക്ക് ഒബ്വിയസ്ലി ഇതിലിപ്പോൾ നമ്മൾ ടാസ്കുകൾ കൂടാതെയുള്ള കുറേ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും ഓരോ രീതിയിൽ നല്ല രീതിയിൽ ഷൈൻ ചെയ്യുന്നുണ്ട്. ദിൽഷ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഒരു ലേഡി ബിഗ് ബോസ് ഉണ്ടാവും. അപ്പോൾ ദിൽഷ ചരിത്രത്തിൽ ആദ്യത്തെ ലേഡി ബിഗ് ബോസ് ആണ്. അപ്പോൾ ഇനിയും ഒരു ലേഡി ബിഗ് ബോസ് കൂടി ജാസ്മിൻ ചരിത്രം തിരിച്ചു കുറിക്കും. നല്ല കാര്യമാണ്. ഇപ്പം ലേഡി ബിഗ് ബോസ് ആണെങ്കിലും ഇപ്പോൾ ആര് ബിഗ് ബോസ് വിൻ ചെയ്യുകയാണെങ്കിലും ഞാൻ ഇപ്പോഴും ആ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ട്രോഫി എന്ന് പറയുന്നത് അതിനതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. പിന്നെ അത് ഈസി അല്ല അത് വിൻ ചെയ്യാന്നുള്ളത്. അപ്പം അതിപ്പോൾ ആർക്ക് കിട്ടുകയാണെങ്കിലും അത് എന്താ പറയുക, അത് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് ആ ട്രോഫിക്ക്. ഞാൻ അത് എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ട്രോഫിയാണ്. ദിൽഷ ഗെയിം കളിച്ചതിൻ്റെ കൂടുതലാണ് ജാസ്മിനെ കളിക്കുന്നതെന്നൊരു ടോക്കുണ്ട്. അല്ല, സോഷ്യൽ മീഡിയക്ക് അതൊരു ടോക്കുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ എല്ലാ എപ്പിസോഡുകളും കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് കാണാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ജാസ്മിൻ ആണെങ്കിലും നല്ല ആക്റ്റീവായിട്ടൊക്കെ ഞാൻ ഇപ്പോൾ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ആൾ ഭയങ്കര ആക്റ്റീവാണ്. അതൊക്കെ നല്ല കാര്യമല്ലേ? അല്ല, അതിനകത്ത് ജാസ്മിൻ ഈ ഗബ്രി കോംബോ ഒക്കെ ഉണ്ട്, പുറത്ത് വന്നിട്ട് കുറേ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, അപ്പോൾ അതൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ട് തോന്നുന്നുണ്ടോ? അങ്ങനത്തെ കാര്യം ഈ ജാസ്മിൻ ഗബ്രി കോംബോവിൻ്റെ വിഷ്വൽസ് ഒക്കെ പുറത്ത് വരുന്നുണ്ടല്ലോ, ഇരിക്കണമെന്നും കെട്ടിപ്പിടിക്കണമെന്നൊക്കെ. അപ്പോൾ അത് ജീവിതത്തിലേക്ക് ബാധിക്കുന്നുണ്ട് തോന്നുന്നുണ്ടോ? അല്ല, എന്നാലും ദിൽഷ നല്ല രീതിയിൽ സോഷ്യലി സൈബർ അറ്റാക്ക് നേരിട്ടൊരു വ്യക്തി കൂടിയാണ്. ഞാൻ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട്. ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാലും എനിക്കറിയാം ഒബ്വിയസ്ലി ഒരുപാട് പേര് സൈബർ അറ്റാക്കിന് ഇരയാവാൻ സാധ്യതയുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ലൈക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങളും അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ കൂടുതൽ മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. അപ്പം ഒരുപാട് ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ വേദനിപ്പിക്കാതിരിക്കുക. കാരണം ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട്. ഒരുപാട് സൈബർ അറ്റാക്ക് കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. ഇവൻ എൻ്റെ ഫാമിലി പോലും ഒന്നും ചെയ്യാത്ത അവർ പോലും കുറേ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഈ സീസൺ കഴിഞ്ഞ് വരുന്ന അവർക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം സീരിയസ് ആയിട്ട്. കാരണം അതത്ര ഈസി അല്ല. അങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇറങ്ങി വരാന്നുള്ളത് പറയുന്നത് അത്ര വലിയ ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഈ വിജയികളെ ഒത്തുകളിയോടെയാണ് വിജയിപ്പിക്കുന്നതെന്നൊരു ടോക്കുണ്ട്. അതൊക്കെ ശ്രദ്ധപ്പെട്ടുണ്ടോ? എൻ്റെ ലൈക്ക് ഓഡിയൻസിൻ്റെ വോട്ടിൻ്റെ പ്രകാരമാണ് നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു വിന്നറിനെ നമ്മൾ പ്രഖ്യാപിക്കുന്നതല്ലേ. അല്ല, പലരും ആണെങ്കിൽ ഇതിനകത്ത് കണ്ടസ്റ്റന്റ് ആയിട്ട് വന്ന പലരും ആണെങ്കിൽ ഇതിനകത്താണെങ്കിൽ പുറത്ത് വന്ന മീഡിയസിനെ പ്രസ് മീറ്റ് അടക്കം വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് സത്യത്തിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാനൊക്കെ ഇപ്പോൾ എൻ്റെ സീസണിലാണെങ്കിലും ഞാൻ വന്നു, അവിടെ 100 days നിന്നു. അവിടെ എനിക്ക് വേറൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ അവിടെ ഒരു ഇറ്റ്സ് എ ഗെയിം ഷോ. ഇതൊരു ഗെയിം ഷോ ആണ്. അതിനതിൻ്റെതായ രീതിയിൽ എടുക്കാൻ നമ്മൾ വരിക, നമ്മുടെ പാട്ട് ചെയ്യുക, തിരിച്ചു വരിക, അത്രയേ ഉള്ളൂ. ഈ ബിഗ് ബോസിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെറുതെ ആണെന്നാണ് ഈ പറഞ്ഞിട്ടുള്ള പല സ്ക്രിപ്റ്റഡ് ആണ്. ഞാൻ പലതും സത്യത്തിൽ കേട്ടിട്ടില്ല, കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ സ്ക്രിപ്റ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ കയറി കഴിഞ്ഞിട്ട് ഒരു തേർഡ് പേഴ്സണായിട്ട് എനിക്ക് വേറൊരു കോൺടാക്ട് അവിടെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഇത്ര കണ്ടസ്റ്റൻ്റ് അവിടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ 100 days കഴിഞ്ഞിട്ടാണ് നമ്മളൊരു തേർഡ് പേഴ്സണെ കാണുന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഒരാൾ ഒരു സ്ക്രിപ്റ്റ് തന്നിട്ടില്ല ആക്ച്വലി ഇത് പ്രകാരം ചെയ്യുമെന്നുള്ളത്. പിന്നെ ഒബ്വിയസ്ലി അവർക്ക് അവരുടേതായ ഇപ്പോൾ ഗെയിമിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു ടാസ്ക് വരുമ്പോഴും അവർക്ക് അവരുടേതായ ഒരു രീതികളും കാര്യങ്ങളും ഉണ്ടാവും. അതെന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ അഖിൽമാരാർ പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്തൊരു തേർഡ് പാർട്ടി യഥാർത്ഥത്തിൽ ലോബിയായിട്ട്
അതിൻ്റെ അത് പ്രവർത്തിക്കുന്നുണ്ട്. ബിഗ് ബോസിലെ പല കണ്ടസ്റ്റന്റിനെയും ജയിപ്പിക്കാനും കാര്യം. എനിക്കറിയില്ല, മേ ബി ആൾക്ക് അതിൻ്റെതായ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടാവാം. എനിക്ക് ഇല്ലാത്തൊരു സമയത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ ഒരു ഇതില്ലല്ലോ. എനിക്ക് സത്യത്തിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയുന്നത്. ആര് വിന്നറാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആരാണെങ്കിലും എന്താ പറയുക, നല്ലൊരു ഡിസേർവ് ചെയ്യുന്ന ഒരാൾ വിൻ ചെയ്യട്ടെ. കാരണം നാളെ ഇനി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഡിസേർവിങ് അല്ലാത്തൊരാൾക്കാണ് ട്രോഫി കിട്ടിയെന്നുള്ളൊരു സംഭവം കേൾക്കുന്നതിനേക്കാളും നല്ലത് ഡിസേർവ് ചെയ്യുന്ന ഒരാൾ വിൻ ചെയ്യട്ടെ. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്.